അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒന്നാണ് നമ്മുടെ മക്കള്. വലിയൊരു സമ്പത്താണ്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെയും മക്കളെയും ദുനിയാവിന്റെ ഒരു അലങ്കാരമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അതേ ഖുർആൻ വേറെ ഒരിടത്ത് വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നല്ലോണം ശ്രദ്ധിക്കണേ എന്നൊരു സൂചന നൽകിയിട്ട് ബോധ്യപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, നിങ്ങളെ മക്കളും നിങ്ങളെ സമ്പത്തും നിങ്ങൾക്ക് അപകടമാണ്, ഫിത്നയാണ്. ഒരേ വസ്തു എങ്ങനെയാണ് അലങ്കാരമാകലും അതുതന്നെ എങ്ങനെയാണ് ഫിത്നയാകലും? ഖുർആന് മാറി പറഞ്ഞതാണോ, നേരത്തെ പറഞ്ഞത് മറന്നു പറഞ്ഞതാണോ, രണ്ട് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമായതാണോ? ഒരിക്കലും ഖുർആനിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്, ചെടിയെ നിങ്ങൾ നട്ടു നനച്ചു വളർത്തിയതുപോലെ നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തിയാൽ അത് നിങ്ങൾക്ക് അലങ്കാരമാണെന്നാണ്. ഇല്ലെങ്കിൽ ആ കാട് പൊന്തി വളർന്ന് നിങ്ങളെ വീടിന്റെ അലങ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന പോലെ എല്ലാ അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു കാടായി ആ മക്കള് മാറും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത്.